ഇതാടെ പോലെ നോക്കണേ. ജോജു പോലു ചിച്ചന്നെ. അമ്മ ഒന്ന് കണ്ണെഴുതാൻ നോക്കിയതല്ലേ. എൻ്റെ പൊന്ന് എണീറ്റ് വന്നിട്ട് ഇങ്ങനെ കിടന്നു ഉറങ്ങി എൻ്റെ പൊന്ന്. ഗുഡ് മോർണിംഗ് ഐഷ്കായി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കുഞ്ഞി. ഗുഡ് മോർണിംഗ്. എൻ്റെ ദൈവമേ, എൻ്റെ സ്വത്ത്. എനിക്ക് അമ്മ കണ്ണെഴുതാൻ നോക്കിയതല്ല. മുത്തെന്തിനാ എണീച്ച് വന്നേ? ഞാനൊന്ന് നൈസായിട്ട് കണ്ണെഴുതാൻ ശ്രമിച്ചതാണ് കേട്ടോ. നല്ലോണം ഉറങ്ങുമ്പോൾ പറ്റുമെന്ന് അറിയാൻ. അവൾ കണ്ണൊക്കെ പൊത്തി വെച്ചിട്ടാണ് ഉറങ്ങണേ. ഇങ്ങനെയാ ഉറങ്ങണേ? ഒളിച്ചേ പറഞ്ഞിട്ടല്ലോ ഉറങ്ങണേ. ഇങ്ങോട്ട് വാടാ പൊന്നു. ഏച്ചി കുഞ്ഞു മുഞ്ഞേ ചിന്ത പോലു പൊന്നേ. വാടാ നമ്മ പോട്ടച്ചാറ്റാ. JCB സ്കൈ. JCB വേഗണിക്ക്. എൻ്റെ ദൈവമേ, JCB മെല്ലെ മെല്ലെ ഒരു പോയിടാ. JCBയോ അമ്മ പൊന്നെ കണ്ട JCB അങ്ങ് പോയോ? എൻ്റെ ടമ്പായേ. JCB പോയി. സ്കൈ ബേബി എണീക്കുമ്പോൾ ഒന്നും കരയില്ല കേട്ടോ. ഗുഡ് ഗേളായിട്ടാണ് എപ്പോഴും എണീക്കാറ്. അത് രാവിലെ എണീച്ചാലും രാത്രി എണീച്ചാലും പകൽ ഉറക്കം എണീച്ചാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ല മാ വന്നേ. അമ്മച്ചേരി മോർണിംഗ് കിഷ് തന്നേടാ. ആ അമ്മച്ചേരി ഉമ്മ തന്നെ. ഉമ്മ തന്നെ ഇവിടെ. അയ്യോടാ, മോർണിംഗ് കിഷ് ഇല്ലാണ്ട് എങ്ങനെയല്ലേ അമ്മ എണീക്കാ? ചമ്പാഞ്ഞ് ഗുഡ് ഗേളായിട്ട് ഒരുങ്ങി. അമ്മ ചോദിച്ചട്ടെ ഗുഡ് ഗേളായിട്ട് ഒരുങ്ങി അമ്മൻ്റെ തങ്കു. അമ്മ നോക്കട്ടെ, കൊഞ്ചിക്കട്ടെ. അമ്മ കൊഞ്ചിക്കാൻ കിട്ടാനില്ലല്ലോ ദൈവമ്മ. ഇപ്പം അത് മാത്രമാട്ടോ പ്രശ്നം വരുന്നത്. അമ്മ പുറകോട്ട് പോയി വന്നു. എന്താ അമ്മ എടുക്കട്ടെ. അമ്മ എടുക്കട്ടേടി അമ്മൻ്റെ കുഞ്ഞിനെ. നമ്മ പോട്ടെ. അമ്മ എന്നാ കുഞ്ഞാനെ എടുക്കട്ടെ. കുഞ്ഞു വാവേ വാവാവോ അമ്മന് മോളെ ഉറങ്ങിക്കാട്ടെ. അമ്മ എടുക്കാം മോളെ. എന്റെതാ ഒച്ചോ കരയണ്ടാത്ത വാവോ. കുശുമ്പില്ലാത്ത ആളിപ്പോ വരുവേ പാവോ. മാക്കാൻ്റെ അവിടെ നിനക്ക് എൻ്റെ ഒരു കുശുമ്പ് വരാ. അമ്മത്തെ അമ്മൻ്റെ കുഞ്ഞുവാവി ആരാ? അമ്മ കൊഞ്ചിക്ക് അങ്ങനെ കൊഞ്ചിക്കണ്ടേ പറ. ഇങ്ങനെ അമ്മൻ്റെ കുഞ്ഞുവാവേ. എങ്ങനെയാ അമ്മ കൊഞ്ചിക്കണ്ടേ? അമ്മൻ്റെ കുഞ്ഞുവാവേ. ചവിട്ടരുത് അമ്മേനെ. അയ്യോ അമ്മേനെ ചവിട്ടല്ലേ. കുഞ്ഞു കാലം കൊണ്ടാണ് അമ്മേനെ ചവിട്ടണേ. ഒരുങ്ങിയോ? നീലൊക്കെ വെച്ച എൻ്റെ പൊന്നിന്. അയ്യോ ചവിട്ടല്ലേ. അങ്ങനെ അമ്മ അടുക്കട്ടെ അമ്മൻ്റെ ഐസ്ക്രീമിനെ. അച്ഛോ അമ്മൻ്റെ ഐസ്ക്രീമാണേ. അയ്യോ ദേ മൂടൊക്കെ കീറിയിരിക്കണം. വെച്ചമ്മ കൈകൊട്ട് നീ കൈകൊട്ട്. അപ്പൻ്റെ ഞാൻ കൈകൊട്ട് നീ കൈകൊട്ട്. ഹലോ കൂട്ടുകാരെ, സ്കൈ ബേബിന്റെ പുതിയ വീഡിയോയിലേക്ക് അപ്പൊ എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം എങ്ങനെ പറയണേ? സ്വാഗതം. രാവിലെ ആയിട്ടുള്ളപ്പോൾ സ്കൈ ഇതാ എണീച്ച് വരുന്ന വരവാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. സ്കൈ എണീച്ച് വരുമ്പോൾ തന്നെ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കേട്ടോ. അന്നത്തെ ദിവസം അങ്ങനെ ഇരിക്കും. അവരെങ്ങനെയാണ് എണീക്കുന്നത് ആ ഒരു ലെവലിലിരിക്കും അവരുടെ മൈൻഡ് മൊത്തം. കരഞ്ഞുകൊണ്ടങ്ങനെ ഇതുവരെ അങ്ങനെ കരഞ്ഞ് എണീച്ചിട്ടില്ല കേട്ടോ. കാരണം ഞാനില്ലേ പോലും വിളിക്കും, അമ്മയെ വിളിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വരും
അപ്പം നോക്കുമ്പോൾ ഉണ്ടാവും എണീച്ചിരിക്കുന്നു. എണീച്ച് പുറത്തേക്കൊക്കെ നോക്കിയിരുന്നോളൂ കേട്ടോ, കരയൊന്നുമില്ല. അപ്പം മിടുക്കി കുട്ടി, അമ്മേൻ്റെ മിടുക്കി കുട്ടി, ഒളിഞ്ഞു നോക്കുന്ന മിടുക്കി കുട്ടി, ഒളിഞ്ഞു നോക്കുന്ന ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ടല്ലോ ആരോ. കുരുന്നരി കുരുന്നരിയാണോ നീ? അപ്പൊ അയ്യോ കൂട്ടുകാരെ വരാ, ഹായ് വരാ, ഹലോ ഹായ്. അയ്യോ നീ ഇങ്ങനെയൊക്കെ പറയാൻ എപ്പോഴായിരിപ്പന്നെ ആയേ? ഇങ്ങോട്ട് വന്നേ അമ്മ പറയട്ടെ പൊന്നാ. പൊന്നെ അവിടെ പോയിരുന്ന പെണ്ണിനെ കാണില്ല. ആ പെണ്ണിന്റെ ടവല്, പൊണ്ണിന്റെ ടവല്. അവൾ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കി അവളെ തന്നെ കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ. എന്താ കണ്ണ് അവളുടെ കണ്ണ് ഇങ്ങനെ ഇട്ടിട്ട് ഒളിച്ചിരുന്ന് കാണാം കേട്ടോ. തിന്നിട്ട് എനിക്ക് ഇങ്ങനെ തിന്നാൻ തോന്നും ഇടയ്ക്ക്. അങ്ങോട്ട് ഞെക്കും ഞാനപ്പോൾ. അവിടെ ഇരി അമ്മ, ഇങ്ങനെ ഞെക്കണ പൊന്നിനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ. അപ്പൊ പൊന്നെങ്ങനെ അമ്മേനെ ഞെക്കണം, അവള് എന്നെ ഞെക്കൂട്ടോ. അപ്പൊ കെട്ടി പിടിക്കും മുറുക്കി. ഞാൻ അങ്ങനെ മുറുക്കൂട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. എനിക്ക് കൊത്തി തീരില്ല, പിരിപിരിപ്പല്ലേ, അപ്പൊ കൊതി തീരൂലല്ലോ. ഇവരുടെ സ്മെല്ലെന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു എന്താ പറയാ, ഒരു പെർഫ്യൂമിനും ബാക്കി വെക്കാൻ പറ്റാത്ത രീതിയിലൊരു സ്മെല്ലാട്ടോ ബേബീസിൻ്റെ. ഇനി അങ്ങനെ ഈ ഉണ്ടായ പാടുള്ള മക്കളിങ്ങനെ മണക്കാനും കടിച്ച് തിന്നാൻ തോന്നും. ഇനി ഞാൻ കടിച്ചു തിന്നാത്ത നിന്റെ ഭാഗ്യം. മമ്മീനെയും പപ്പേനെ കാണാൻ പോവാം. എന്നാ എണീക്ക്. ഹായ് പറ എല്ലാവർക്കും. ഹായ്. എന്തോ? അയ്യോ എൻ്റെ ദൈവമേ, മെല്ലെ പോ. വാ മമ്മീനെ പപ്പേനെ കാണാൻ പോവാം. വാ. ഈ കണ്ണുണ്ട്, ഈ കണ്ണ് ഞാൻ ചെറുതായിട്ട് രാവിലെ ഒന്ന് എഴുതാൻ നോക്കിയതാണേ. അപ്പോഴാണ് പെണ്ണ് എണീച്ച് വന്നത്. അത് മാത്രമേ എഴുതൽ നടന്നുള്ളൂ. കരണ്ടില്ല ഭാവി, കരണ്ടില്ല. ഇന്നലെ രാത്രി പോയില്ലേ, ഇന്നലെ രാത്രി കാറ്റൊക്കെ അടിച്ചില്ലേ, അപ്പൊ കരണ്ട് പോയി. ആ കണ്ട മഴ പെയ്യണ കണ്ട മുത്ത്. അമ്മ ഇതിൽ കൊണ്ട് കാണിച്ചു തരാം. വാ. സെറ്റർ വേണോ? എന്നാ സെറ്റർ എടുക്ക്. സെറ്റർ എടുത്തിട്ട് വാ, വിട്ടുതരാം. എടുക്ക്. അപ്പൊ ഞാൻ ഷട്ടർ ഇടട്ടെ കൂട്ടുകാരെ, എനിക്ക് അനുക്കൂലേ ചിരിച്ചടാ. ഇടുവാനേ. ഇത് സ്കൈ ബേബി ഉണ്ടായപ്പം മറ്റേ അവിടുന്ന് നമുക്ക് മിഡ് വൈഫ് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല, അതിലുണ്ടായിരുന്ന സെറ്ററാണ് കേട്ടോ. അത് ഞാൻ ഇപ്പോൾ ഇടിയിക്കും. നല്ല രസമാണ്. കണ്ടോ, ഇതിലാകെ ഇത്ര ഇറക്കമുള്ളൂ. ഒരു കോട്ട് ഇടുമ്പോൾ ഒരു ഫീലാട്ടോ. നമുക്ക് ബട്ടൺസ് ഒക്കെ ഇടാൻ എത്തുവേ, പക്ഷെ കൈ കണ്ടോ ഇപ്പോഴും പാകമാണ്. അപ്പം ഞാൻ കൈക്ക് മാത്രം തണുപ്പ് കിട്ടേണ്ടപ്പോൾ നീ സെറ്റർ ഇട്ട് കൊടുക്കും കേട്ടോ. ചുന്ദരി ആയിന് കൂട്ടുകാർ പറയുക. ഒരു പൂമ്പാറ്റ കുടുങ്ങിയിട്ടുണ്ടല്ലോ. ഗോ ഗോ പൂമ്പാറ്റേ ഗോ. പൂമ്പാറ്റ അങ്ങനെ പോയി. നല്ല മഴയാട്ടോ ഇന്നല്ല. അത്രയും എന്തെങ്കിലും കൊടുങ്കാറ്റായിരുന്നു സ്കൈക്ക് രാത്രി കൊടുങ്കാറ്റിൻ്റെ സമയത്താണ് രാത്രി 1 മണിക്ക് പുറത്തിറങ്ങണം അല്ലേ മാ? ബാ പപ്പേനെ മമ്മീനെ കാണാൻ പോവാ. അപ്പോൾ സ്കൈൻ്റെ പാൻറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പാൻറ്റിൽ ഒരു ചെറിയ ഓട്ട. അവൾ ആ ഓട്ട പിടിച്ചിട്ട് വലിച്ച് കീറി അതൊരു വലിയ ഓട്ടയാക്കി. എന്നാ സോക്സ് ഇടാം എന്നാ കേട്ടോ. സോക്സ് എവിടെ ഇടുന്നേ? കുഞ്ഞിനറിയോ സോക്സ് ഇടാൻ? അമ്പുടാണേ അടലാനൊക്കെ ഇടുന്ന ഷോസ്. അടാടവൾ പറഞ്ഞു തന്നെ അടില ഷോസ് ഇടുന്നേന്ന്. അപ്പം ചെരുപ്പ് ഇട്ട് സോക്സ് ഇട്ട് എല്ലാം ഇട്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിൻ്റെ ചെരുപ്പിൻ്റെ മേലെ ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതൊക്കെ സ്കൈ പറിച്ച് കളഞ്ഞു കേട്ടോ. അത് എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കത്തുള്ളൂ, അല്ലേ പിന്നെ പറിച്ചിട്ട് അടുപ്പിലൊക്കെ കൊണ്ടിടും. വാ. ആ കാര്യം ഷോഷിൻ്റെ ഉള്ളിലായിപ്പോയി. അതെ പപ്പ ചുമച്ചനു. വാ ഗുഡ് മോർണിംഗ് പറ എല്ലാവർക്കും. പപ്പേനെയും മമ്മീനെയും കാണണ്ടേ? എന്നാ വാ.
തലയാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാ. ഞാൻ അപ്പേനെ പോയി കാണാം. മമ്മി ഫോണ് വിളിക്കുക. രണ്ടും കൂടെ ചുറ്റി കറങ്ങണോ? നല്ല മഴയൊക്കെ നല്ല തണുപ്പാട്ടോ. ഞാൻ അവക്ക് പോണട്ടോ. ഇച്ചേനെ മേത്ത് കയറിയിട്ടുണ്ടെ അവക്ക് പുറത്തേക്ക് പോണം. എങ്ങോട്ടാ പോണ്ടേ? ഇതുവഴിയാ പോണ്ടേ? എങ്ങോട്ടാ പോണ്ടേ? അയ്യോ അപ്പേന്റെ ഐസ്ക്രീം. എന്തേ മുഖം ചുളിഞ്ഞിരിക്കുന്നു കുഞ്ഞാ പെണ്ണിന്റെ. ആ ഇനി കിടക്ക്. ആ ഇപ്പൊ ഓക്കെ. ഓ അവള് വള്ളി പിടിച്ചിരിക്കുവാ. പിടിക്കട്ടെ നിന്നെ, പിടിക്കട്ടെ നിന്നെ പിടിക്കട്ടെ ഞാന്. കണ്ടോ പുറത്തേക്ക് കൊണ്ടുപോവാനാണ്. അയച്ചേനെ അവളെടുത്തെന്ന് അവളുടെ വിചാരം. ടാറ്റാ. ഓക്കെ. എന്റെ ജീവമേ, കാറ്റ് കാറ്റ് തൊപ്പിയില്ല. അത് പറിച്ചെടുത്ത് ലാസ്റ്റ് ചട്ടി അടക്കം താഴെ വീഴുമ്പോ നിനക്കിട്ട് ഞാനൊരു കൊട്ട് വെച്ച് തരും. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇല താഴെ കാണുന്നേ. ആ കണ്ടോ വിക്രസ്മാല രണ്ടുപേരെയും കണ്ടുപിടിച്ചു കേട്ടോ. അവളെല്ലാം തൊട്ട് നോക്കുന്നു കേട്ടോ. പക്ഷെ ഇടയ്ക്ക് 2-3 ഇലകൾ താഴെ ഞാൻ കാണാറുണ്ട്. സ്കൈ ഇതുവരെ വീരനെ മര്യാദയ്ക്ക് കണ്ടിട്ടില്ലല്ലോ. തണുപ്പായത് കാരണം മുറ്റത്തേക്ക് ഇറക്കാൻ പറ്റില്ല കേട്ടോ. ആ വീരൻ ആരാന്ന് ഇവരോട് പറഞ്ഞിട്ടില്ലല്ലോ. ആ അല്ല ഞാൻ പറഞ്ഞു. ആ റൈനന്റെ കുട്ടിയാണ് വീരൻ. നമ്മളിട്ട പേരാണ് വീരൻ അല്ലേ? ശൂരനെ ചിങ്കുട്. അവക്കോട്ടെ അവൾക്ക് ഭയങ്കര മഴയത്ത് ഇറങ്ങാൻ വേണ്ടിട്ടേ അപ്പക്ക് ഒരു ഉമ്മ കൊടുത്തേ. മോർണിംഗ് കിസ് കൊടുത്ത അപ്പക്ക്. ഇതാണ് ബ്ലൂടൂത്ത് ഉമ്മ. വർഗീസല്ലേ പറഞ്ഞത്. ഇങ്ങനെ താടിയും മീശ ഉണ്ടല്ലോ അവൾ അടുത്ത് വരെ പോവുള്ളൂ കേട്ടോ. എന്താ പറയത്തേ ഉള്ളു, മുട്ടിക്കത്തില്ല. ആ ഇല്ലേ ഇടാട് പോലൊരു ചുന്ദരി വാവ ഇവിടെ. അയ്യോ അയ്യോ കഷ്ടായല്ലോ. ദേ എന്റെ ബാബാടി കുളിച്ച് ചുന്ദരി ആയല്ലോ. ഡാട ഒരുക്കിയെന്ന ഇന്ന് അപ്പയാണോ ഒരുക്കിയ പൊന്നിനെ? അപ്പയാണോ ജി ഒരുക്കിയതാത്തേ? ചോടുമാമ തിന്നാം. അയ്യോ സ്കൈ ബേബി ഇവിടെ ഇല്ല കേട്ടോ. കണ്ടുപിടിച്ച് കൊല്ല കുരുമ്പിനു കണ്ടുപിടിച്ച്. ചോറുമാമ തിന്നാം എന്നിട്ട് കളിക്കാം. മാമാമൻ കഴിച്ചിട്ട് കളിക്കാം ഇനി. പൊന്നെ എന്റെ പൊന്നേ എന്നിട്ട് കളിച്ചോടാ. വാട് തങ്കു ഒളിച്ചേ കണ്ടേ എന്റെ മോൻ നോക്കി നിക്കണേ. എന്റെ തമ്പുരാനെ ഇവിടെ എന്താ പരിപാടി? നല്ല മുട്ട വറുത്തതും നമ്മുടെ മീനച്ചാറാണ് കേട്ടോ. നമ്മൾ പുതിയ കുപ്പി കാണിച്ചു കൊടുക്കുമ്പോ മീനച്ചാറിന്റെ കണ്ടോ. കൊറേ ആയി എല്ലാവരും ചോദിക്കുന്ന പിക്കിൾസ് ഒന്നും ഇല്ലേ എന്നിട്ടോ. അതാ നമ്മുടെ നല്ല വീഡിയോസിനകത്ത് അച്ചാറിനെ പറ്റി പറയാത്തതാണ് കേട്ടോ. അച്ചാറിനെ പറ്റി എല്ലാം അതന്നെ അതുകൊണ്ടാണ് പറയാത്തത്. പിന്നെ ഇത് നല്ല കേരമീനിന്റെ അച്ചാറാണ് കേട്ടോ ഉള്ളത്. നല്ല കേരമീന ചോടുമാമ
തിന്നാ ചോറുമാമ തിന്നാ. ആ എന്നാ വാ. അപ്പോൾ കൂട്ടുകാരെ, കുഞ്ഞിപ്പെണ്ണ് ഇതാ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി കേട്ടോ. നല്ല ഉച്ചമയക്കത്തിലാണ് സ്കൈ ബേബി. ഡേമേ തമ്പുരാൻകുട്ടി പുതപ്പൊന്നും പുതക്കില്ല കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ ചുരുണ്ട് കൂട്ടി തണുക്കൂലെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പൊത്തി പിടിച്ച് കിടക്കും. ആദ്യമൊക്കെ സ്കൈക്ക് നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നയോ നമ്മളൊന്ന് തട്ടുന്ന പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം നല്ലപോലെ പനി വന്നതിന് ശേഷം കേട്ടോ ഞാനിങ്ങനെ മുറുക്കി കെട്ടിപ്പിടിക്കണം. ഞാൻ നല്ല ഇങ്ങനെ അവളുടെ ആ ഷേപ്പിനിങ്ങനെ ചുരുണ്ട് കിടക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടം. അവൾ നല്ലോണം ഉറങ്ങിക്കോളൂ കേട്ടോ. പിന്നെ എന്താ ഉറങ്ങുമ്പോൾ നമ്മൾ സംസാരിച്ചാലോ അതൊന്നും അവൾക്കൊരു കുഴപ്പമില്ല കേട്ടോ. ചില കുട്ടികൾ കാണില്ലേ, എന്താ ഉറങ്ങുമ്പോൾ ഒച്ച എടുക്കരുത്, ടി വി വെക്കരുത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒച്ച കേട്ടിട്ടുണ്ട് പെട്ടെന്ന് എണീക്കുന്നത്. അങ്ങനത്തെ ഒരു സീനില്ല കേട്ടോ. ഒച്ച കേട്ടാൽ അവൾ ഒന്നും കൂടി നന്നായിട്ട് ഉറങ്ങും. അത് ചെറുപ്പം തൊട്ടേ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ചക്കര കുട്ടി അങ്ങനെയാണ്. നീട്ടൊക്കെ വെച്ച് എത്ര പെട്ടെന്നല്ലേ പിള്ളേരൊക്കെ പെട്ടെന്ന് വലുതാവുന്നേ, ഏതൊരു ഏജിലുള്ളവർ.